മിസ്സാണ്. ഇവിടുത്തെ അനുപമ ജിംസ് എന്നാണ് മുഴുവൻ പേര്. യൂണിവേഴ്സിറ്റിയിലെ കമ്പ്യൂട്ടർ സയൻസ് ഡിപ്പാർട്ട്മെൻറ്റിലാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മിസ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ ഈ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, ഇപ്പം നമ്മൾ കേരളത്തിൽ നിന്നുള്ള കുട്ടികൾ അധികവും വെളിയിലേക്കൊക്കെ പഠിക്കാൻ പോകുന്ന ഒരു സമയമാണ്. അപ്പോൾ വീണ്ടും ഇപ്പം കുട്ടികളെ കിട്ടുന്നില്ല എന്നൊരു പരാതി പോലും ഇവിടുത്തെ യൂണിവേഴ്സിറ്റികളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയുള്ളപ്പോൾ ഇത്രയും വലിയൊരു യൂണിവേഴ്സിറ്റി 110 ഏക്കറിലൊരു വമ്പൻ യൂണിവേഴ്സിറ്റി പണിതാൽ എന്താണ് ഭാവി? ശരിക്കും പറഞ്ഞു ഇങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ ഭാവി എന്തായിരിക്കും? നമ്മൾ ഉദ്ദേശിക്കുന്നത് അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റി കേരളത്തിൽ പൂജ്യ സ്വാമി ചിന്മയാനന്ദ സരസ്വതിയുടെ ജന്മനാട്ടിൽ പ്രവർത്തനം ആരംഭിക്കുകയും അത് ലോകോത്തര വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് വിജയകരമായി പ്രവർത്തിക്കണമെന്നുമാണ് ഞങ്ങളുടെ ആഗ്രഹം. കേരളത്തിൽ നിന്ന് കുട്ടികൾ പുറത്ത് പോകുന്നതിന് പകരം കേരളത്തിൽ തന്നെ കുട്ടികൾ നിന്ന് പഠിക്കത്തക്ക രീതിയിൽ, പക്ഷേ പുറത്ത് എന്താണോ നടക്കുന്നത്, പുറത്തെ യൂണിവേഴ്സിറ്റിയിലുള്ള അതേ സ്റ്റാൻഡേർഡ്, അതേ സിലബസ്, അതേ കാര്യങ്ങൾ നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കുട്ടികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ 110 ഏക്കറിൽ ക്യാമ്പസിൽ ഇങ്ങനെ ഒരു വലിയൊരു കെട്ടിട സമുച്ചയം ഉണ്ടായി അതിനകത്ത് നമ്മൾ ഈ ക്യാമ്പസ് തുറക്കുന്നത്. ആക്ച്വലി 2017 തൊട്ട് തന്നെ ചിന്മയ വിശ്വവിദ്യാപീഠ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ഉണ്ട്. കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. പക്ഷേ മറ്റൊരു യൂണിവേഴ്സിറ്റിയുടെ പേര് നമ്മളിങ്ങനെ ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി എന്ന് കേട്ടിട്ടുണ്ടല്ലോ കേരളത്തിൽ. അല്ല, അത് കേരളത്തിൽ രജിസ്റ്റർ ചെയ്തതല്ല. മറ്റു യൂണിവേഴ്സിറ്റികൾ ഓഫ് ക്യാമ്പസ് ആയിട്ട് കേരളത്തിൽ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഇത് കേരളത്തിലെ ആദ്യത്തെ പ്രൈവറ്റ് ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റിയാണ്. ചിന്മയ ഡീംഡ് ടു ബി യൂണിവേഴ്സിറ്റി ഡിനോവോ കാറ്റഗറിയിലാണ് UGC അപ്രൂവൽ കിട്ടിയിരിക്കുന്നത്. ഉയർന്ന വിദ്യാഭ്യാസത്തിലൂടെ ഇന്ത്യയുടെ സാംസ്കാരിക പൈതൃകം കുട്ടികൾക്ക് പകർന്നു കൊടുക്കുക എന്നതാണ് അത് ഉദ്ദേശിക്കുന്നത്. ഞാനിപ്പോൾ ഇതിൽ കണ്ട ചില കോഴ്സുകളുണ്ട്. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ മോള് വെളിയിൽ പഠിക്കാൻ പോയപ്പോൾ ഞാൻ ഇതിനെപ്പറ്റി കുറേ പഠിച്ചത് കൊണ്ടാണ് ഞാനത് പെട്ടെന്ന് മനസ്സിലാക്കിയത്. അതായത് ഇപ്പം BSc ഓണേഴ്സ് ഇൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, BCA ഓണേഴ്സ് ഇൻ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് സൈബർ സെക്യൂരിറ്റി, അതുപോലെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് ആൻഡ് ഡിജിറ്റൽ ഫോറൻസിക്സ്, ഡാറ്റാ സയൻസസ് ആൻഡ് ബിസിനസ് ഇൻ്റലിജൻസ്. ഇത്തരം കാര്യങ്ങൾ ഞാൻ അധികം കേട്ടിരിക്കുന്നത് കാനഡയിലെ UK യൂണിവേഴ്സിറ്റികളാണ്. ഇപ്പോൾ കുട്ടികളെ പഠിക്കാൻ